ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. കുക്കിംഗ് ഒന്നല്ല, മോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതും പിന്നെ അവിടുന്ന് തൊട്ടുള്ള കുറച്ച് ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വ്ലോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് മേലേക്ക് പോകുന്നതാണ്. അപ്പോൾ മുറ്റത്തുള്ള ചെമ്മലുകളൊക്കെ ഞാൻ ഈ ടൈമിലാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ അടിച്ചു വാരാണ്. പിന്നെ ചെറുതായിട്ട് ഇന്നലൊരു മഴ പെയ്തതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കിച്ചണും ലിവിങ്ങും ഒക്കെ റെഡി ആക്കിയിട്ട് വേണം മറ്റാളെ അംഗനവാടിയിലേക്കും കൊണ്ടുവിടാനും. അപ്പോൾ ഏകദേശം ഡെയിലി ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു റൂട്ടീൻ വരുന്നത്. പിന്നെ ഇപ്പോൾ ട്വിൻസ് ബേബി ഉള്ളവർക്കറിയാം, എപ്പോഴും എല്ലാ കാര്യങ്ങളും സെയിം ആവില്ല. ചിലപ്പോൾ ഒരാൾ എണീക്കും, ചിലപ്പോൾ ഒരാൾ എണീക്കാതെക്കും, ചിലപ്പോൾ ഫുഡ് കഴിക്കും. അങ്ങനെ പല ടൈമിനനുസരിച്ച് മാറും. അപ്പം അങ്ങനെ എൻ്റെ ലൈഫും മാറും. ടൈം റൂട്ടീൻ ചെയ്യും, മാറ്റം വരുത്തും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ. പിന്നെ എനിക്ക് എത്ര വയ്യെങ്കിലും മുറ്റായാലും ലിവിങ്ങും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ കിടക്കും. അതാണ് എനിക്കൊരു മനസ്സൊക്കൊരു തൃപ്തി. പിന്നെ ചെടികളൊക്കെ ഒന്ന് നനക്കാറുണ്ട്. പക്ഷെ ഇന്ന് ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ മോളെ ബസ് വരാനായി. അപ്പോൾ വെയിറ്റ് ചെയ്ത് മോളെ കയറ്റി വിട്ടു. അതിനുശേഷം മറ്റേ ആൾക്കാരെ പിടിച്ചു കൊടുന്നു, അല്ലെങ്കിൽ ചെരൽ ഫുള്ള് വായിലാക്കണം. എന്നിട്ട് ലിവിങ് റെഡിയാക്കാണ്. കാരണം ലിവിങ് കൂടെ അത് സിറ്റൗട്ടൊക്കെ പോയത്. അപ്പോൾ അവിടെ ആകെ ഒന്ന് അടുത്ത കുഷ്യനും ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കണതൊക്കെ ക്യാമറ അവിടെ ഓണാക്കിയത് ആൾ കണ്ടിക്കണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ കോപ്രായങ്ങളാണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലിവിങ്ങൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് നമ്മൾ ചായ കുടിച്ച പാത്രം ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി താഴത്തേക്ക് പോയതാണ്. പിന്നെ വലിയ ആൾ 6 ആയിട്ടുള്ളൂ. പക്ഷേ ആൾക്ക് ഭയങ്കര പക്വതയൊക്കെയാണ്. എനിക്ക് ആൾക്ക് സ്കൂളില്ലെങ്കിൽ അവൾ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരും, കുട്ടികളെ എടുക്കാനും ഒക്കെ, മാഷാഅല്ലാ. പിന്നെ രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സായിട്ടുള്ളൂ. ആളെന്നെ അംഗനവാടിയിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ ഞാൻ കിച്ചണിൽ കുക്കിംഗ് വീഡിയോ വല്ലാതൊന്നും എടുത്തിട്ടില്ല. കാരണം ഇവരെയും കൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഗ്യാസും തീയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വലിക്കുമെന്നൊക്കെ. അപ്പോൾ എന്നെ സ്ലേവ് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോഴത്തേനും അവിടെ കളിക്കൂടുണ്ട്, ഇടയിൽ കൂടെ ഓരോരോ അടിയും കഴിയുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് തന്നെ വരുന്നത്. പിന്നെ അവിടെ ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ അവളെ അംഗനവാടിയിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഞാൻ അടിച്ചു വാരലും കറി വെക്കലും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോഴത്തേനും മറ്റേക്ക് നല്ല ഉറക്കം വന്നിക്കണം. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫുഡ് എന്തെങ്കിലും കൊടുത്തിട്ട്, രാവിലെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഈ ടൈമിൽ ഞാൻ കഞ്ഞി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടാണ് അവരെ ഉറക്കുക. നല്ലൊരു കുറച്ച് ടൈമെങ്കിലും ഒന്ന് കൂടുതൽ ഉറങ്ങും. അപ്പോൾ ഞാൻ ട്വിൻസാണ് പ്രഗ്നൻസിയിൽ നടന്നപ്പോൾ ആദ്യം നല്ലോണം ടെൻഷൻ അടിച്ചിരുന്നു, ഞാൻ എന്താ പഠിച്ചോനെ ചെയ്യുക. പക്ഷെ ഒക്കെ പഠിച്ചോണ്ട് ആയത്താക്കി തന്നു. പിന്നെ ഇവരെ ഉറക്കി. ഇനി രണ്ടാമത്തെ ആളെ അംഗനവാടിയിലേക്കും കൊണ്ടുവിട്ടാൻ പോവുകയാണ്. ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.